السلام عليكم ورحمة الله وبركاته. الحمد لله وحده والصلاة والسلام على من لا نبي بعد. തഹ്‌ഖീഖുൽ ഖുർആനിന്റെ 11ാമത്തെ ഹദീസ് പാഠത്തിൽ സെയ്ദ് ഇബ്നു അർഖം റളിയല്ലാഹു തആല അൻഹു ഉദ്ധരിക്കുന്ന ഹദീസാണുള്ളത്. عن زيد بن أرقم رضي الله تعالى عنه قال: لا أقول لكم إلا كما كان رسول الله صلى الله عليه وسلم يقول كان يقول: اللهم إني أعوذ بك من العجز والكسل والجبن والبخل والهرم وعذاب القبر. اللهم آت نفسي تقواها وزكها أنت خير من زكاها أنت وليها ومولاها. اللهم إني أعوذ بك من علم لا ينفع ومن قلب لا يخشع ومن نفس لا تشبع ومن دعوة لا يستجاب لها. رواه الإمام مسلم رحمه الله. സെയ്ദ് ഇബ്നു അർഖം റളിയല്ലാഹു തആല അൻഹുവിൽ നിന്നും നിവേദനം ചെയ്യപ്പെടുകയാണ്. അദ്ദേഹം പറഞ്ഞു, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തന്ന കാര്യങ്ങൾ മാത്രമാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അവിടുന്ന് ഇപ്രകാരം പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു: അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ അജ്സി വൽ കസൽ. അല്ലാഹുവേ, കഴിവുകേടിൽ നിന്നും അലസതയിൽ നിന്നും ഞാൻ നിന്നോട് കാവൽ തേടുന്നു. വൽ ജുബ്നി വൽ ബുഖ്ലി വൽ ഹറം. ഭീരുത്വത്തിൽ നിന്നും പിശുക്കിൽ നിന്നും വാർദ്ധക്യത്തിൽ നിന്നും ഞാൻ നിന്നോട് കാവൽ തേടുന്നു. വഅദാബിൽ ഖബർ. ഖബറിന്റെ ശിക്ഷയിൽ നിന്നും ഞാൻ നിന്നോട് കാവൽ തേടുന്നു. ശേഷം വീണ്ടും പറയുകയാണ്: അല്ലാഹുമ്മ ആതി നഫ്സി തഖ്വാഹ വസക്കിഹാ അൻത ഖൈറു മൻ സക്കാഹാ അൻത വലിയുഹാ വമൗലാഹ. അഥവാ, അല്ലാഹുവേ, നീ എന്റെ മനസ്സിന് തഖ്വ നൽകണമേ, വസക്കിഹ, അതിനെ നീ സംസ്കരിക്കുകയും ചെയ്യണമേ, അൻത ഖൈറു മൻ സക്കാഹാ, നീയാണല്ലോ അതിനെ ഏറ്റവും നന്നായി സംസ്കരിക്കുന്നവൻ, അൻത വലിയുഹ വമൗലാഹ, നീയാണ് അതിന്റെ സംരക്ഷകനും നീ തന്നെയാകുന്നു അതിന്റെ യജമാനൻ. ശേഷം വീണ്ടും പറയുന്നു: അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഇൽമിൻ ലാ യൻഫഅ. അല്ലാഹുവേ, ഉപകാരപ്രദമല്ലാത്ത അറിവിൽ നിന്നും ഞാൻ നിന്നോട് കാവൽ തേടുന്നു. വമിൻ ഖൽബിൻ ലാ യഖ്ശ. ഭക്തിയില്ലാത്ത ഹൃദയത്തിൽ നിന്നും ഞാൻ നിന്നോട് കാവൽ തേടുന്നു. വമിൻ നഫ്സിൻ ലാ തശ്ബ. ആർത്തി തീരാത്ത മനസ്സിൽ നിന്നും ഞാൻ നിന്നോട് കാവൽ തേടുന്നു. വമിൻ ദഅവത്തിൻ ലാ യുസ്തജാബു ലഹാ. ഉത്തരം ലഭിക്കാത്ത പ്രാർത്ഥനകളിൽ നിന്നും അല്ലാഹുവേ, ഞാൻ നിന്നോട് അഭയം തേടുന്നു. ഇമാം മുസ്ലിം റഹ്മഹുല്ലാ അദ്ദേഹത്തിന്റെ സ്വഹീഹിൽ ഉദ്ധരിച്ച ഹദീസാണ്. ഏറെ അർത്ഥവത്തായ ആശയങ്ങൾ അടങ്ങിയിട്ടുള്ള പ്രാർത്ഥനകളാണ് ഈ ഹദീസിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ ഹദീസിൽ പരാമർശിക്കപ്പെടുന്ന പ്രാർത്ഥനകളിൽ മൊത്തം അതിൽ 3 പ്രധാന ഭാഗങ്ങളാണുള്ളത്. പ്രാർത്ഥനയുടെ ആദ്യ ഭാഗത്ത് 6 കാര്യങ്ങളിൽ നിന്നുള്ള കാവൽ തേട്ടമാണുള്ളത്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ അജ്സി വൽ കസൽ വൽ ജുബ്നി വൽ ബുഖൽ വൽ ഹറമി വഅദാബിൽ ഖബർ. അതിൽ 6 കാര്യങ്ങളുണ്ട്. ഒന്നാമത്തേത് അൽ അജ്സ്, കഴിവുകേടാണ്. രണ്ടാമത്തേത് അൽ കസൽ, മടിയാണ്, അലസതയാണ്. മൂന്നാമത്തേത് ജുബ്ൻ, ഭീരുത്വം. 4 പിശുക്ക്. 5 വാർദ്ധക്യം. 6 ഖബർ ശിക്ഷ. ഈ 6 കാര്യങ്ങളിൽ നിന്നുള്ള കാവൽ തേട്ടമാണ് ഈ പ്രാർത്ഥനയുടെ ഒന്നാമത്തെ ഭാഗത്തിൽ ഉൾക്കൊണ്ടിട്ടുള്ളത്. മനുഷ്യരെന്ന നിലയ്ക്ക് ഏറ്റവും അധികം കാവൽ തേടാൻ അനുയോജ്യമായുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇതിൽ പരാമർശിക്കപ്പെട്ടിട്ടുള്ളത്. രണ്ടാമത്തെ ഭാഗത്ത് ഹൃദയത്തിന് വേണ്ട തഖ്വയെ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രാർത്ഥനയാണ്. അല്ലാഹുമ്മ ആതി നഫ്സി തഖ്വാഹ. അല്ലാഹുവേ, എന്റെ ഹൃദയത്തിന് നീ, എന്റെ നഫ്സിന് നീ അതിന്റെ തഖ്വ നൽകണേ. വസക്കിഹ അൻത ഖൈറു മൻ സക്കാഹ. അതിനെ നീ സംസ്കരിക്കണേ, നീയാകുന്നു ഏറ്റവും നന്നായി സംസ്കരിക്കാൻ കഴിവുള്ളവൻ, അല്ലെങ്കിൽ അതിനെ സംസ്കരിക്കുന്നവൻ നീ തന്നെയാണ്. അൻത വലിയുഹ വമൗലാഹ. നീ തന്നെയാണ് അതിന്റെ ഉത്തരവാദിയും നീ തന്നെയാകുന്നു അതിന്റെ യജമാനനും എന്ന് പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത്. മനുഷ്യ ശരീരം മുഴുവൻ നന്നാകുവാൻ ആവശ്യമായ കാര്യങ്ങളാണ് ഈ ഭാഗത്ത് അടങ്ങിയിട്ടുള്ളത്. മൂന്നാമത്തെ ഭാഗത്ത് മനുഷ്യന് ഉപകാരമില്ലാത്ത 4 കാര്യങ്ങളിൽ നിന്നും കാവൽ തേടുകയാണ്. അതിലൊന്നാമത്തേത് മിൻ ഇൽമിൻ ലാ യൻഫഅ, അഥവാ ഉപകാരപ്രദമല്ലാത്ത അറിവാണ്. ഒരാവശ്യമില്ലാതെ വെറുതെ ഒരുപാട് അറിവുകൾ നേടിയത് കൊണ്ട് മനുഷ്യന് പ്രത്യേകിച്ച് യാതൊരു ഫലവും ഇല്ല. അത്തരത്തിലുള്ള അറിവുകളിൽ നിന്നും അത്തരത്തിലുള്ള ദുർജ്ഞാനങ്ങളിൽ നിന്നും വിട്ടുനിൽക്കുവാനുള്ള തേട്ടമാണ് ഈ ഒരു പ്രാർത്ഥനയുടെ ആശയത്തിലുള്ളത്. രണ്ടാമതായിക്കൊണ്ട് മിൻ ഖൽബിൻ ലാ യഖ്ശ, അഥവാ ഭക്തിയില്ലാത്ത ഹൃദയത്തിൽ നിന്നും, ഒരു പേടിയും ബഹുമാനവും കാണിക്കാത്ത വിധം, എത്ര കണ്ട് തിന്മകൾ ചെയ്താലും മനസ്സിൽ യാതൊരു കുലുക്കവുമില്ലാത്ത വിധം മനുഷ്യൻ വഴി തെറ്റിപ്പോകുവാൻ ഏറ്റവും സുപ്രധാനമായ കാരണമെന്ന് പറഞ്ഞാൽ യാതൊരു ഭയവും ഭക്തിയും ഇല്ലാത്ത ഹൃദയം അവന്റെ ശരീരത്തിനകത്തുണ്ട് എന്നത് തന്നെയാണ്. അപ്പൊ അതിൽ നിന്നുള്ള കാവൽ തേട്ടമാണ് ഈ ഒരു ഭാഗത്തുള്ളത്.
മൂന്നാമതായിക്കൊണ്ട് മിൻ നഫ്സിൻ ലാ തശ്ബ, ആർത്തി തീരാത്ത മനസ്സിൽ നിന്നുമുള്ള തേട്ടമാണ്. അഥവാ എത്ര സാമ്പത്തികമാണെങ്കിലും ശാരീരികമാണെങ്കിലും അങ്ങനെ ഭൗതിക ലാഭങ്ങൾ എത്ര കിട്ടിയാലും മതിയാകാത്ത വിധം അത്രയും ആർത്തി പൂണ്ട ഒരു മനസ്സുണ്ട് എങ്കിൽ അതിനേക്കാൾ വലിയ നാശം ഒരു മനുഷ്യന് ഭവിക്കുവാനില്ല എന്ന് തന്നെ പറയാം. അപ്പൊ ആ രീതിയിലുള്ള ആർത്തിയുള്ള മനസ്സിൽ നിന്നുള്ള തേട്ടമാണ് ഈ ഒരു ഭാഗത്തുള്ളത്. നാലാമതായിക്കൊണ്ട് മിൻ ദഅവത്തിൻ ലാ യുസ്തജാബു ലഹാ, അഥവാ ഉത്തരം ലഭിക്കാത്ത പ്രാർത്ഥനകളാണ്. ധാരാളം പ്രാർത്ഥിക്കുന്നുണ്ടായിരിക്കാം, പക്ഷെ എന്തൊക്കെയോ ചില പോരായ്മകൾ കാരണത്താൽ റബ്ബ് സുബ്ഹാനഹു വ തആല അവന്റെ പ്രാർത്ഥനകളെ പരിഗണിക്കുന്നില്ല എന്നതാണ് അതിന്റെ കാരണം. അപ്പൊ അത്തരത്തിലുള്ള പ്രാർത്ഥനകളിൽ നിന്നുള്ള കാവൽത്തേട്ടമാണ് ഈ ഒരു ഭാഗത്തുള്ളത്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഏറ്റവും അധികം ആവശ്യമുള്ള കാര്യങ്ങൾ തന്നെയാണ് ഈ പ്രാർത്ഥനയിൽ ഉൾക്കൊണ്ടിട്ടുള്ളത്. പതിവാക്കുവാൻ പരിശ്രമിക്കുക. പ്രാർത്ഥനകൾ ഒരു തവണ കൂടി നോക്കാം. اللهم إني أعوذ بك من العجز والكسل والجبن والبخل والهرم وعذاب القبر. اللهم آت نفسي تقواها وزكها أنت خير من زكاها أنت وليها ومولاها. اللهم إني أعوذ بك من علم لا ينفع ومن قلب لا يخشع ومن نفس لا تشبع ومن دعوة لا يستجاب لها. وصلى الله وسلم على نبينا محمد. السلام عليكم ورحمة الله وبركاته.